സേവ് ദ നേച്ചർ പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാബലി ജനങ്ങളെ കാണുവാനായി എത്തി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത വർഷവും പ്രജകളെ കാണുവാൻ സാധിക്കുമോ എന്നും മഹാബലി ആശങ്കപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ച ചോദ്യങ്ങളുമായാണ് മാവേലി മന്നൻ ജനങ്ങളെ കാണുവാനായി പെരുമ്പാവൂർ യാത്രി നിവാസിൽ എത്തിയത്. മാവേലി നിങ്ങൾക്ക് മധുര കൈനീട് നൽകും, എന്റെ ഹൃദയരക്തം കൊണ്ട് ഈ കരാറിൽ ഒപ്പിടുന്നു എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രാജാവിന്റെ പേര് ആരും പറയാൻ പറ്റുമോ? മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എത്ര ജില്ലകളെ ബാധിക്കും? അടുത്ത ഓണനാളിൽ തന്റെ ജനങ്ങളെ കാണാൻ കഴിയുമോ എന്ന ആശങ്കയും മാവേലി പങ്കുവച്ചു. പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് നമ്മൾ നാളിതുവരെ ആവശ്യപ്പെട്ടിട്ടും ഇതേവരെ ഭരണാധികാരികളിൽ അതിന് യാതൊരുവിധ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കുക ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാർ വേണമെങ്കിൽ വെള്ളം കൊണ്ടുപോകട്ടെ, നമ്മുടെ ജീവന് നമുക്ക് വില കൊടുക്കാൻ സാധിക്കുമോ? ഇനി ഒരു നല്ല നാളേക്ക് നമ്മുടെ ഈ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു പുതിയ ഡാം പണിത് നമ്മുടെ ജീവനും സ്വത്തിനും നമുക്ക് അവകാശമുണ്ട് എന്ന് തെളിയിക്കാനാണ് ഈ ഓണനാളിൽ നമ്മളെല്ലാവരും ഒത്തുകൂടി ഇതിൻ്റെ പ്രവർത്തകരെല്ലാവരും ഒത്തുചേർന്ന് നമ്മൾ പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങളോട് മുല്ലപ്പെരിയാറിനെ പറ്റി ചോദ്യങ്ങൾ ചോദിച്ചും ശരി ഉത്തരത്തിന് സമ്മാനം നൽകിയുമുള്ള വ്യത്യസ്തമായ സമരപരിപാടിയാണ് സേവ് ദ നേച്ചർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ലോക മലയാളികളെ എന്നും വേദി മുനയിൽ നിർത്തിയിട്ടുള്ള ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ എന്നുള്ള പ്രതിസന്ധിയിൽ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം സജീവമായി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് സേവ് ദ നേച്ചർ. കേരളത്തിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങോളം ഇങ്ങോളം ജനങ്ങളെ ബോധവൽക്കരിക്കുകയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്ന സേവ് ദ നേച്ചർ ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമര പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അടുത്ത വർഷം ഈ ജനങ്ങളും ഈ മാവേലിയും ഈ ഓണവും നമ്മളുണ്ടാവുമോ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇന്ന് മാവേലി പെരുമ്പാവൂരിലെ ജനങ്ങളെ കാണാനായിട്ട് ഈ പെരുമ്പാവൂരിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ചകളുമായി ഈ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് സേവ് ദ നേച്ചർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികാരികളോടും ഭരണവർഗ എല്ലാവരോടും ആവശ്യപ്പെടുന്നത് ജീവനും ജീവിക്കാനുള്ള അവകാശവും സ്വത്ത് സമ്പാദനവും ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കിട്ടണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് സേവ് ദ നേച്ചർ ഈ പരിപാടി ഇവിടെ വളരെ വിജയപരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. പൊതുജനങ്ങളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ഉത്തരം കണ്ടെത്തിയ വേറിട്ട സമരപരിപാടി കൗതുകം നിറഞ്ഞതും ശ്രദ്ധയാകർഷിക്കുന്നതുമായി മാറി. കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്ന ആശയവുമായി സംസ്ഥാന വ്യാപകമായി പ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് സേവ് ദ നേച്ചർ പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റി വ്യത്യസ്ത സമരരീതി സംഘടിപ്പിച്ചത്. കൺവീനർ ഷാനവാസ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആഷിഖ്, ജോയിന്റ് കൺവീനർ അനീസ ഇസ്മായിൽ, റഷീദ് മല്ലശ്ശേരി, അൻസാർ സെൽവേൾഡ്, നിഷാദ് കാറോളി, സഹദ് ചേരുമൂടൻ, മാഹിൻ മുണ്ടക്കൽ, അൻസാർ ചെറുകുന്ന്, സിദ്ദിഖ് പള്ളിക്കവല തുടങ്ങിയവർ നേതൃത്വം നൽകി. നിലവിലെ ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് സേവ് ദ നേച്ചർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും വയനാട് ജില്ലയിലെ ചൂരൽമലയിൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലുകൾ കേരളത്തിൻ്റെ മലയാളികളുടെ വലിയ ഓർമ്മപ്പെടുത്തലാണ്. അതിനെ പരിഗണിച്ചുകൊണ്ട് സർക്കാരുകൾ എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ എന്ന ഒരു നിലപാടിലേക്ക് വരണമെന്നാണ് സേവ് ദ നേച്ചർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ലെനിൻ ആന്റണി, ഫൈസൽ, PRO ഇസ്മായിൽ പരീദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.